It's running. It's running. എല്ലാവർക്കും ടെക് ഗെയിമിംഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എങ്ങനെ ഗെയിമിംഗ് വിത്ത് പ്രണവിൻ്റെ ഇൻട്രോ ഉണ്ടാക്കാം എന്നാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് വീഡിയോ ആണ് കേട്ടോ. എന്തോ ഒരു കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണതാണ്. കറക്റ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഞാൻ പാട്ടൊക്കെ ഇതിൻ്റെ കറക്റ്റ് ട്രിം ചെയ്തിട്ട് ഉള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റെൻഡർ ഫോറസ്റ്റിൽ വേറെ ടൈപ്പ് ഇൻട്രോയാണെന്ന് എനിക്ക് തോന്നണ എടുത്തേക്കണം. പക്ഷേ ഞാൻ ഇതിൽ കാണിച്ചു തരാം ഉണ്ടാക്കണത്. വാട്ടർമാർക്കൊക്കെ കളയണേം കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് വാട്ടർമാർക്ക് അല്ല, പൈസ കൊടുത്ത് വാങ്ങിക്കാനാണ് ഇത്രയും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതില്ലേ റെൻഡർ ഫോറസ്റ്റ്. ഗൂഗിളിൽ പോയിട്ട് റെൻഡർ. ദിസ് വീഡിയോ സ്പോൺസേർഡ് ബൈ ഗെയിമിംഗ് വിത്ത് നന്ദു. അപ്പം ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വന്നെങ്കിൽ ഗെയിമിംഗ് നന്ദുയുടെ ചാനലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഫോറസ്റ്റിന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ രണ്ടാമത്തെ കേട്ടോ. ആദ്യത്തെ എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ രണ്ടാമത്തേലെ തൊടാറ്. സാധാരണ രണ്ടാമത്തേൽ തൊടുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ പുതിയ കുറച്ച് ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ലോഗോ ഉണ്ടാക്കാൻ, വെബ്സൈറ്റ്, മോക്കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളപ്പോൾ ഇൻട്രോ ആണ് ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ ലോഗോ ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുക. അല്ല, ഇതിൻ്റെ ഇൻട്രോ ആണ് ഉണ്ടാക്കണം. അപ്പോൾ സോളിഡ് ലോഗോ റിവീൽ എന്ന് പറയുന്ന ഇൻട്രോ ഉണ്ട്. ഇത്തിരി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഇവിടെ ക്രിയേറ്റ് നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോറി, ഇത് ഇത്തിരി നെറ്റിന് സ്പീഡ് കുറവാണ്. ഞാൻ വൈഫൈ ഓൺ ആക്കിയിട്ടില്ല അറിയാണ്ട്. വൈഫൈ ഓൺ ആക്കട്ടെ കേട്ടോ. വൈഫൈ കണക്റ്റ് ആയിട്ടില്ല, കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ യുവർ ലോഗോ ഹിയർ എന്ന് പറയണതുണ്ട്. പിന്നെ ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഹിയർ എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യുവർ ലോഗോ ഹിയറിൽ തൊട്ടിട്ട് ഒന്ന് അപ്ലോഡിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഇവിടെ ബ്രൗസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. നിങ്ങളതിലൊന്ന് തൊട്ടിട്ട് നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ അതുള്ളത് നിങ്ങൾ അതിലൊന്ന് തൊടുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഗോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലോഗോ ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടത്. സോറി, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, അല്ല ഇതല്ല കേട്ടോ എൻ്റെ ലോഗോ, ഇത്തിരി തെറ്റിപ്പോയി. ഞാനതൊന്നും കൂടെ ഇടട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ലോഗോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒന്ന് ഫിറ്റിലൊന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾ പതിയെ ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. ഫിറ്റിൽ ഞെക്കിയിട്ട് ഇത്തിരി പതിയെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ വല്ലതും ചെയ്യുക കേട്ടോ. ഇത് ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെ ഡൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഒന്ന് ബ്ലാക്ക് കളറാക്കട്ടെ. ഡൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിലൊന്ന് തൊടുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പ്രോസസ്സിംഗ് എന്നൊക്കെ കാട്ടും. ഒന്ന് പ്രോസസ്സ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പ്രോസസ്സിങ് സേവിങ് ചേഞ്ചസ് എന്ന് പറയുന്നൊരു ഇത് വന്നിട്ടുണ്ട്. ഇത് ലോഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരിയും കൂടെ ചെയ്യണതാണ് ഇത്തിരിയും കൂടെ നല്ലത്. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ അന്നേരം ഒരു ടെക്സ്റ്റ്, അല്ല ഇവിടെ ഒരു ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്.
നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് വല്ല ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ചാനലിൻ്റെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഒരു ചെറുതാക്കിയിട്ട് ഒരു 5 വേർഡിലൊക്കെ ഒന്ന് ഇടുക. ടെക്ക് ആണെങ്കിൽ ടെക്ക് ഗെയിമിങ്, പിന്നെ അങ്ങനെ വല്ലതാണെങ്കിൽ ടെക്ക് പിന്നെ ഗെയിമിംഗ് എന്നൊക്കെ ഇട്ടാൽ മതി. പിന്നെ നിങ്ങളിത് ഇവിടെ ഈ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അതിലേക്കൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് ഈ ആകെ കൂടി 4-മത്തെ കേട്ടോ, നാലാമത്തെ ഓപ്ഷൻ, അവസാനത്തെ ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് നിങ്ങളുടെ കറക്റ്റ് കളറ് വരുള്ളൂ. നിങ്ങളുടെ കറക്റ്റ് കളറ് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്നത് ഓപ്ഷൻ ഉണ്ട്. അത് വേറെ കെയിൻ മാസ്റ്ററിൽ നിന്ന് മാറ്റാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിൽ തൊട്ടിട്ട് ഇതിലെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യാൻ 2 മിനിറ്റ് എടുക്കും, പക്ഷെ വാട്ടർമാർക്ക് ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൈ ക്വാളിറ്റി. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ HD ഹൈ ക്വാളിറ്റി HD അല്ലെങ്കിൽ ഫുൾ HD 1080p അല്ലെങ്കിൽ 720p. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. FPS ചിലപ്പോൾ കൂടും, പിന്നെ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ രണ്ടാമത്തേനെന്ന് വെച്ചാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ ഇതിൽ ഇവിടെ വാട്ടർമാർക്ക് നമ്മളുടെ സ്വന്തം വാട്ടർമാർക്ക് വെക്കണമെങ്കിലും ഇവിടെ പൈസ കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രീ പ്രിവ്യൂവിൽ പോവുക. അതിനുശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലിങ്ങനെ പ്രോസസ്സിംഗ് ഒന്ന് കാട്ടും. എന്നിട്ട് നിങ്ങളുടെ ഇത് വീഡിയോ ഇങ്ങനെ പ്രോസസ്സാവും. കുറച്ച് നേരം എടുക്കും, 2-3 മിനിറ്റൊക്കെ എടുക്കും. എന്നിട്ട് എന്നിട്ട് ഞാനിത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതാവാൻ. ഞാൻ ആദ്യമേ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ആവാൻ വേണ്ടി. പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കെയിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പ് എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടിപ്പ് ആയിരുന്നു കേട്ടോ, നല്ല സൂപ്പറാണ്. നിങ്ങൾക്ക് ഇത് കളയാനുള്ള വാട്ടർമാർക്ക് കളയാനുള്ള എൻ്റെ ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനത്തെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയല്ല കേട്ടോ വേണ്ട. ഞാനൊരു പാട്ടിൻ്റെ MP3യുടെയും തന്നിട്ടുണ്ട്, ഒരു MP4ൻ്റെ ലിങ്കും തന്നിട്ടുണ്ട്. ഞാൻ MP4 തന്നെ എന്താണെന്ന് വെച്ചാൽ MP4 തരുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ MP3 തരുള്ളൂ. ഞാൻ ചിലപ്പോൾ MP4 MP3യും തരാൻ സാധ്യതയുണ്ട്. ഞാനതിൽ ഒരെണ്ണം തരും. ഞാനതിൽ MP4 ഞാനിപ്പോൾ സേവ് ചെയ്തേക്കണം, MP3 ആക്കിയിട്ട് തരാം. ഇതിപ്പോൾ ഇങ്ങനെയായിരിക്കും. ഞാനൊന്ന് കേൾപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാനിത് മൈക്ക് കുത്തിയേക്കണേ കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇനി ഇത് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ മൈക്ക് ഊരിയിട്ട് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത്തിരി ക്വാളിറ്റി കുറവായിരിക്കും. ഇതിൽ ഒച്ചയായിട്ട് ചെയ്യാനായിട്ട് ഞാൻ മൈക്ക് ഊരിയിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ട് മൈക്ക് ഊരിയിട്ടൊന്ന് റെക്കോർഡ് ചെയ്യാൻ പോവുക. അതുകൊണ്ട് ഇത്തിരി ക്വാളിറ്റിക്ക് കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഞാനത് മൈക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പ്ലേ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇങ്ങനെയായിരിക്കും കേട്ടോ പാട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇത്ര വലുതാക്കുക കേട്ടോ ഇങ്ങനെ. എന്നിട്ടൊരു പാർട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇറ്റ്സ് റോളിംഗ് അങ്ങാണ്ട് പറയാറാകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിലിപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ എത്ര സമയത്താണ് കറക്റ്റ് എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്നൊരു 200.100 ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. 200 അല്ല കേട്ടോ, സോറി. ഫ്രണ്ട്സ് സോറി കേട്ടോ, അറിയാണ്ടൊരു ഇൻകമിങ് കോൾ വന്നിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇതെന്ന് വെച്ച് ഇവിടെ ഞാനിപ്പോൾ കാണിച്ചില്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് ശരിയാക്കുക. ഇറ്റ്സ് റോളിംഗ് എന്ന് പറയണേ എൻ്റെ പകുതി. ഇറ്റ്സ് എന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മാർക്കിടുക, ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഇറ്റ്സ് അതൊരു 1.9 സെക്കൻഡിൻ്റെ അവിടെ എങ്ങാണ്ട, അല്ല 1.9 സെക്കൻഡിൻ്റെ അവിടെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ കാണിച്ചു തരാം എവിടെയാണെന്നിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അയ്യോ ഇവിടെ അല്ല കേട്ടോ, 1 ഇത് ഇത്ര ഒക്കെ ആകുമ്പോൾ അതെ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് അവിടെ കണ്ടില്ലേ.
കൊടുത്തിട്ട് അവിടെ നിങ്ങളൊന്ന് ഒന്ന് പിൻ ചെയ്യുക. പിന്നെ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യേണ്ടത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവമല്ലേ അതെ, ഈ ഓറഞ്ച് കേട്ടോ, ഈ താഴത്തെ സംഭവമല്ല, വെറും ഈ ഓറഞ്ച് മേലിലത്തെ അതിൽ നിങ്ങളൊന്ന് തൊടുക. അങ്ങനെയാണെങ്കിൽ പിന്നാവും. ഞാനപ്പോൾ ഇവിടെ പിൻ ചെയ്തു. എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് മുതൽ ഇവിടെ മുതൽ അതിൽ കാണിച്ച എന്താണെന്ന് വെച്ചാൽ യൂസ് ഹെഡ്ഫോൺസ് എന്നെങ്ങാണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹെഡ്ഫോൺസിന് ഇങ്ങനെ കാണിച്ചു. പിന്നെ താഴൊരു ഹെഡ്ഫോണിൻ്റെ ഇതിങ്ങോട്ട് മാറ്റട്ടെ. എന്നിട്ടൊന്നും കൂടെ ഹെഡ്ഫോൺസിൻ്റെ ആ ചിഹ്നം ഈ ഐക്കൺ കാണിച്ചായിരുന്നു. ഇപ്പം സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണേ. ഇത്തിരി ഇങ്ങനെ കറക്റ്റ് ഇമേജ് ഒന്നും ഇല്ലാത്ത, ചിലപ്പോൾ ഞാനിത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുമായിരിക്കും, ചിലപ്പോൾ ഉറപ്പില്ല. എന്നിട്ട് ഈ പിന്നീതോടല്ലേ, ഈ പിന്നീതോടം അവിടെ മുതൽ ഇത് കളയാം. ട്രിം ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അവിടെ റെൻഡർ ഫോറസ്റ്റിൽ എക്സ്പോർട്ട് ചെയ്തത് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. എവിടെ പോയി, ഞാനത് ഡൗൺലോഡ്സിൽ എവിടെയോ വെച്ചത്. ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും നിങ്ങൾക്കിത് കിട്ടണത്. ഞാനിത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഔട്ട്പുട്ട്. അയ്യോ, രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് വന്നു. ഇതിലത്തൊന്ന് ഞാൻ കളയട്ടെ. എനിക്ക് കൊറോണ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇത്തിരി മൂക്ക് ഇതില്ല പറ്റിയ, മൂക്ക് അടഞ്ഞു പോയായിരുന്നു രാവിലെ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി ഇതിലത്തെ വാട്ടർമാർക്ക് കളയാനുള്ള രീതിയാണ് കേട്ടോ പറഞ്ഞു തന്നെ. ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ. ഇത് ഇത്തിരി വലുതാക്കുക. ഇതിവിടേക്ക് വെക്കട്ടെ ഇത്. എന്നിട്ട് നിങ്ങൾ ഇതിലൊന്ന് ഇത്തിരി ആവണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഈ റെൻഡർ ഫോറസ്റ്റിൻ്റെ വാട്ടർമാർക്ക് കളയാനുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇതിലൊന്ന് തൊട്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നാക്കുക. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങനെ ഒന്നാക്കുക കേട്ടോ. എന്നിട്ട് ഇവിടത്തെ ഇത്തിരിയും കൂടെ അതിൻ്റെ വാട്ടർമാർക്ക് ഉണ്ട്, അതും കൂടെ ഒന്ന് കളയുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അല്ല, ഈ ടിക്കിലൊന്ന് തൊടുക കേട്ടോ. എന്നിട്ട് ഇത് ഫുൾ സ്ക്രീൻ ആക്കുക. എന്നിട്ട് നിങ്ങൾ സോറി ഫുൾ സ്ക്രീൻ ആക്കരുത്, അറിയാണ്ടാക്കിയതാ. ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങളൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക കേട്ടോ. അതിങ്ങനെ ഏകദേശം ഇങ്ങനെ അവിടെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ ഇതിൻ്റെ വോയിസ് കുറയ്ക്കുക. ഇതിങ്ങനെ. എന്നിട്ട് ഇതിലത്തെ വോയിസ് കൂട്ടുക. ഞാൻ കൂട്ടേണ്ടത് ഞാൻ വോയിസ് കുറച്ചതായിരുന്നു. എന്നിട്ട് ശരിക്കും ഗെയിമിംഗ് വിത്ത് പ്രണവിൻ്റെ ഇൻട്രോയിൽ ഇതല്ല കേട്ടോ. ഈ സോളിഡ് ലോഗോ റിവീലല്ലായിരുന്നു കേട്ടോ. എനിക്കത് കിട്ടിയില്ല. ഞാൻ കുറേ നോക്കിയായിരുന്നു. അബൌട്ട് 20 മിനിറ്റ്സ് ഞാൻ ഇരുന്ന് നോക്കിയായിരുന്നു, കിട്ടിയില്ല. ഞാൻ കുറേ ഇരുന്ന് നോക്കാറില്ല. എന്നിട്ട് ഇങ്ങനെയാവും പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് മാച്ച് ആവില്ല. അതുകൊണ്ടൊരു വഴിയുണ്ട്. ഇത് ഇങ്ങനെ ഇവിടുത്തെ ഇങ്ങനെയാകുമ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്റ് ആക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് ഈ ഭാഗത്തും സ്പ്ലിറ്റ് ഇടുക. എന്നിട്ട് ഇതല്ല, ഈ രണ്ടെണ്ണം കുറേ ഇങ്ങനെ സ്പ്ലിറ്റ് ഇടണ്ട, ഞാൻ കാണിക്കുന്നിടത്ത് മാത്രം അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെ ഇത് ഫെയ്ഡായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 പീസാക്കിയിട്ടൊന്ന് മാറ്റുക. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പ് ഇതില്ലേ ഈ സംഭവം, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടിടുക, ഈ ഭാഗത്തേക്ക്. എന്നിട്ട് ഇത് ഇത്തിരി ഈ അറ്റത്തേക്ക് ഒന്ന് നീക്കാട്ടോ. ഇങ്ങോട്ട് നീക്കാട്ടോ, നല്ലോണം നീക്കിക്കോ.
ഇങ്ങനെ നീക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇത് അത് ഈ സംഭവം ഇതിലൊന്ന് കറക്റ്റ് ഫിറ്റ് ആവണ രീതിയിൽ ഇടുക കേട്ടോ. കറക്റ്റായിട്ട് ഇടണ പോലെ, അങ്ങനെയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇത്തിരി ടൈം എടുത്ത് ചെയ്യാൻ ഞാൻ എല്ലാത്തിനും പറയണ പോലെ എഡിറ്റിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ, ഇൻട്രോ എഡിറ്റിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ പറയണ പോലെ ടൈം എടുത്തിട്ട് ചെയ്യാം. ഇത് ഞാൻ അത്രയ്ക്കും പ്രൊഫഷണൽ ആക്കണില്ല, അത് ഇത്തിരി കുറേ നേരം എടുക്കും അതങ്ങനെ ആക്കണമെങ്കിൽ. അപ്പോൾ വീഡിയോ മുമ്പത്തെ തവണത്തെ പോലെ ഭയങ്കര വലുതാവും, മുമ്പത്തെ വീഡിയോ പോലെ. അതുകൊണ്ട് ഞാൻ ആക്കിയില്ലാത്ത കേട്ടോ. ഇത് ഫുള്ള് കാണാൻ ആരും ഇരിക്കില്ല. ഞാനപ്പോൾ എന്തോരം ഷോർട്ടാക്കാൻ പറ്റുമോ അത്ര ഷോർട്ടാക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി വയ്ക്കാം. ഇതൊന്ന് ഈ സംഭവത്തിലൊന്ന് തൊട്ടിട്ട് ചെയ്തോട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇത്തിരിയും കൂടി ഈസിയാവും 2 എണ്ണത്തിൻ്റെ ലൈനിങ് ചെയ്യാൻ. എന്നിട്ട് ഈ അറ്റത്തെ ഒന്ന് കറക്റ്റാണോ നോക്കുക. ഇത്തിരി കുറച്ച് നേരം എടുത്ത് ചെയ്യേണ്ട സംഭവമാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഇതില്ലേ ഈ സംഭവം അവസാനത്തെ ക്ലിപ്പ്, അത് കുറേ എക്സ്ട്രാ പാർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രിം ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂഷൻ ആക്കി ചെയ്യാൻ നോക്കുക കേട്ടോ കൂടുതലും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. കണ്ടിന്യൂഷൻ ആക്കി ചെയ്യാൻ കൂടുതലും നോക്കുക. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ലെയറിൻ്റെ അടുത്ത ലെയർ ഈ അടുത്ത ലെയറും ഉള്ള രീതിയിലാക്കാൻ കൂടുതലും നോക്കുക. അതുകൊണ്ടാണ് പറഞ്ഞ സമയം എടുത്ത് ചെയ്യാൻ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിടുന്ന പുതുവത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ ചെയ്യും. നമ്മളിനി നമ്മളുടെ അടുത്ത നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ കുറേ 88% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ ചെയ്യൂ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതിലെന്താണെന്ന് വെച്ചാൽ, എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതിനായിട്ട് ഇവിടെ എക്സ്പോർട്ടിലൊന്ന് തൊട്ടിട്ട് എക്സ്പോർട്ടിൽ നിൽക്കുക കേട്ടോ. നല്ലൊരു ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണത് 360p അല്ലെങ്കിൽ 480p ആണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. കൂടുതൽ ഇങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമില്ല. അതിൽ കിട്ടണത് അത് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ബൈ ബൈ.